ഹായ് ഫ്രണ്ട്സ്, പിങ്ക് ബ്ലൂംസിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഷർട്ട് കോളർ കുർത്തിയുടെ കട്ടിങ് സ്റ്റിച്ചിങ്ങാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു തുണിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു കോട്ടൺ തുണിയാണ്, ഇത് വീതി കുറഞ്ഞ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് 3 മീറ്റർ ഉണ്ട്. അപ്പോൾ എ ലൈനിലാണ് തുന്നണത്. അപ്പോൾ അതെങ്ങനെ തുന്നണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ നമ്മുടെ ലെങ്ത്തിനനുസരിച്ചുള്ള തുണി ഇതുപോലെ മടക്കി വെച്ചിരിക്കുകയാണ്, 4ആയിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്കാണ് ഇതുപോലെ. അപ്പം ഞാൻ അതിൻ്റെ ഷോൾഡർ എടുക്കുന്നത് 7.5 ഇഞ്ചിലാണ്. ഞാൻ സാധാരണ 7 ഇഞ്ച് എടുക്കാറുള്ളൂ, 1/2 ഇഞ്ച് കൂടുതൽ എടുക്കും ഇത് കോളർ കുർത്തി ആയതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ നെക്കിൻ്റെ വിട്ട് 3 ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ, കോളർ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആം ഹോൾ എടുക്കുന്നത് 7.5 ഇഞ്ചിലാണ്. അതേ അളവിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ആം ഹോൾ ലൈൻ വരയ്ക്കുക 7.5 ഇഞ്ചിൽ ഉണ്ടോ, അതുപോലെ വരയ്ക്കുക. അതിനുശേഷം നമ്മളൊരു 3/4 ഇഞ്ച്, ഞാനിതിലൊരു 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കോളർ ആയതുകൊണ്ട് ഒന്ന് ചുരുങ്ങിക്കെടുക്കും, അവിടെ തുണി ചുരുങ്ങിക്കെടുക്കും ആ ഭാഗം. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി 3/4 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ എടുക്കുക. എന്നിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ വിട്ട് വരുന്നത് എനിക്ക് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം 9.5, അതിൻ്റെ കൂടെ 0.5 ലൂസിങ് കൂട്ടിയിട്ട് ഞാൻ 10 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് ഇതുപോലെ സീം അലവൻസ് കൊടുത്ത് നമ്മൾ വരയ്ക്കുക, കണക്ട് ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ആം ഹോളിൻ്റെ കർവ് വരയ്ക്കാൻ വേണ്ടി കണ്ടോ 1.5 ഇഞ്ചിലെടുത്തു, ബാക്ക് ആം ഹോൾ വരച്ചു, ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വരച്ചു. അതിനുശേഷം ഈ നെക്കിൻ്റെ വിട്ടാണ് ഞാൻ കൊടുത്തു 3 ഇഞ്ച് എന്ന് പറഞ്ഞു. അപ്പം നെക്കിൻ്റെ ലെങ്ത്ത്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് നെക്കിന് 3/4 ഇഞ്ച് ലെങ്ത്ത് മാത്രമേ കൊടുത്തുള്ളൂ, ഇത് കോളർ ആയതുകൊണ്ട് കേട്ടോ. 3/4 ഇഞ്ച് അതേ കണ്ടോ. അപ്പോൾ എന്നിട്ടൊരു റൗണ്ട് തന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അവിടെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചും ബാക്ക് നെക്ക് 3/4 ഇഞ്ചിലും മാത്രം കൊടുത്ത് അവിടെ ഒരു ലൈനിലാണ് വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ആ ഭാഗം മറഞ്ഞു പോവാണ് ആ ഒരു എംബ്ലം കാരണം കൊണ്ട്. അപ്പോൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുക്കുക. അപ്പോൾ ഞാനിതിൽ വേസ്റ്റ് എടുക്കേണ്ടത് 14 ഇഞ്ചിലാണ് വേസ്റ്റ് എടുക്കുന്നത് കേട്ടോ, വേസ്റ്റിൻ്റെ ലെങ്ത്ത്. അതുപോലെ ഹിപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഞാൻ 20 ഇഞ്ചിലാണ് ഹിപ്പിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം വേസ്റ്റിൻ്റെ വിഡ്ത്ത് എടുക്കാം. അപ്പോൾ എനിക്ക് വേസ്റ്റിൻ്റെ വിഡ്ത്ത് വരുന്നത് 8.75 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൂട്ടുക. ഇതുപോലെ 2 ഇഞ്ച് സീം അലവൻസ് കൂട്ടുക. അതിനുശേഷം ചെസ്റ്റും വേസ്റ്റും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. നമ്മൾ ഹിപ്പിൻ്റെ എനിക്ക് 10.5 വരിക. അപ്പോൾ ഞാൻ 11 ഇഞ്ച് എടുത്തു കേട്ടോ, 11 ഇഞ്ചാണ് വരിക. എന്നിട്ട് ഞാനത് കണക്ട് ചെയ്ത് വരച്ചു കേട്ടോ. ഇതുപോലെ താഴേക്കും നമ്മൾ വരയ്ക്കില്ലേ, കണ്ടില്ലേ. എന്നിട്ട് 1 ഇഞ്ചിൽ സീം അലവൻസ് കൊടുത്ത് ഇതുപോലെ വരച്ചെടുക്കുക നമ്മൾ, കണ്ടോ. അതിന് ശേഷം ഒരു 2 ഇഞ്ചിൽ ഇത്തിരി ഹൈറ്റിൽ നമ്മളൊന്ന് ചെരിച്ച് വരയ്ക്കില്ലേ, അവിടെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ലൈനാണല്ലോ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കട്ടെ. 2 ഇഞ്ച് ഹൈറ്റിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ആ ഫ്രണ്ട് പാർട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ട്, ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ, അപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചു. ഇനി 2 പീസുകൾ നമുക്കവിടെ വയ്ക്കണം. അപ്പോൾ ആ കുർത്തിയുടെ അത്രയും ലെങ്ത്തുള്ള 2 പീസ് നമ്മൾ എടുക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വെക്കണത്, ഞാനിപ്പോൾ ആ വെച്ച സൈഡിൽ, ആ ലെഫ്റ്റ് സൈഡിൽ വെച്ചത് 2 ഇഞ്ചിൻ്റെ ഒരു പീസും, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വെച്ചത് 3 ഇഞ്ചിൻ്റെ ഒരു പീസുമാണ് കേട്ടോ. നമുക്കവിടെ ഇത് നമുക്കത് ഇതുപോലെ തയ്ച്ചു കൊണ്ടുവരിക. എന്നിട്ട് നമ്മളിത് ആ ഒരു ഭാഗത്ത് ഫുള്ളും നമ്മൾ ഉള്ളിലോട്ട് മടക്കി വെക്കുക കേട്ടോ. ഇപ്പുറത്തെ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഒരു 1/2 ഇഞ്ചിലും മടക്കിയിട്ട് നമ്മൾ ഇതിന് കണ്ടില്ലേ, ഇതുപോലെ വെച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് തയ്ച്ചെടുക്കുക. ഞാനതുപോലെ വെച്ച് തയ്ച്ചെടുത്തു. അപ്പോൾ ഞാൻ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ച് തയ്ക്കുകയാണ്. അതിന് ശേഷം ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തു കേട്ടോ. 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തു. ഇത് നമുക്ക് നമുക്കിതിൻ്റെ ആ കോളറിൻ്റെ അറിയാം, അപ്പോൾ ആ ലെങ്ത് എടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ ആ പ്ലാക്കറ്റിൻ്റെ ഭാഗം കുറച്ച് വിട്ടിട്ട് അവിടെ നിന്ന് തൊട്ടാണ് നമ്മൾ അളവെടുക്കേണ്ടത്. പ്ലാക്കറ്റിൻ്റെ ഭാഗം എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുക. അപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് 17.5 ഇഞ്ചാണ് കേട്ടോ. പ്ലാക്കറ്റ് ഞാൻ എടുത്തിട്ടില്ല, 2 ഭാഗത്തിനും പ്ലാക്കറ്റ് വിട്ടു, കണ്ടോ, വിട്ടിട്ടാണ്. അപ്പോൾ 4 ഇഞ്ച് വീതിയിലും അതുപോലെ തന്നെ ഒരു 26 ഇഞ്ച് നീളത്തിൽ. 26 ഇഞ്ച് വേണ്ടി വരില്ല, ഞാൻ എടുത്തു എന്ന് മാത്രം കൂടുതലായിട്ട്. അപ്പോൾ 4 ഇഞ്ച് വീതിയും 26 ഇഞ്ച് നീളത്തിൽ 2 പീസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ 2ആയിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി വെച്ചു. അപ്പോൾ എനിക്ക് 17.5യുടെ പകുതി എനിക്ക് എത്രയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 കണ്ടോ, കണ്ടോ 8.25 അടുത്താണ് എനിക്ക് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടുതലാക്കി ഞാൻ എടുത്തു, 1/2 ഇഞ്ച്. അതേപോലെ തന്നെ മുകളിലും നമ്മൾ അടയാളപ്പെടുത്തണം കേട്ടോ. അതിന് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യും. അതിന് ശേഷം ആ 1/2 ഇഞ്ചിന് ശേഷം ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ അടയാളപ്പെടുത്തണം, കണ്ടോ. ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തുക.
കണ്ടോ? അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളർ നമുക്ക് വരയ്ക്കാനാണ്. കണ്ടോ? എന്നിട്ട് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇത്രയും നമുക്ക് മതി. ബാക്കി ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മളിതാ ഒരു അര ഇഞ്ച് നമ്മൾ ഇപ്പുറത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ, കണ്ടില്ലേ? ആ റേഞ്ചിൽ നിന്ന് ഇതാ ആ മൂലയിലേക്ക് നമ്മൾ ഞാൻ കാണിച്ചു തരുന്ന ആ ഭാഗമില്ലേ, അവിടേക്ക് ഒന്ന് ചരിച്ചു വരയ്ക്കാം കേട്ടോ. നമുക്ക് ഷർട്ടിൻ്റെ കോളർ കിട്ടുന്ന പോലെ അതുപോലെ കിട്ടിയില്ലേ? അപ്പോൾ ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു കാണുന്ന ഭാഗത്ത് ഒരു അര ഇഞ്ചിൽ വരയ്ക്കുക. എന്നിട്ട് ഒന്ന് ഇതുപോലെ ഷേപ്പായിട്ടൊന്ന് വരച്ചെടുക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ? ഇതിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഷർട്ടിൻ്റെ കോളറിൻ്റെ ഒരു ചെരിവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ അതിന് വേണ്ടിയിട്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ കാണുന്ന ഒരു ഭാഗത്തും ഇതുപോലെ ചെറുതായിട്ടൊരു 1/4 ഇഞ്ചിൽ ഇതാ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് വെട്ടി കൊണ്ടുവരിക. അപ്പോൾ നമ്മളിതാ ഇതുപോലെ വെട്ടി കൊണ്ടുവന്നു കേട്ടോ. ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്ത് കൊണ്ടുവന്നു, കണ്ടോ? അപ്പോൾ അത് നിർത്തിയിട്ടു. അപ്പോൾ നമ്മളിതിന് എങ്ങനെ തയ്ക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ല പുറങ്ങൾ ഉള്ളിലേക്ക് വെച്ചിട്ട് ചീത്ത ഭാഗത്ത് വേണ്ടി തയ്ക്കണം, കണ്ടോ? ഇതുപോലെ ചീത്ത പുറം ഇങ്ങനെ വെക്കുക, ഉള്ളിലേക്ക് നല്ല പുറങ്ങൾ വെച്ചിട്ട് ഈ ഒരു അര ഇഞ്ചിൽ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അര ഇഞ്ചിൽ ചുറ്റോറ് നമ്മൾ തയ്ച്ചു കൊണ്ടുവരാം കേട്ടോ. ഇതുപോലെ നമ്മൾ കറക്റ്റ് നമ്മൾ അളവെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് അതുപോലെ തയ്ച്ചു കൊണ്ടുവന്നു, കണ്ടോ? എന്നിട്ട് അതിൻ്റെ ആ സൈഡുകളിലൊക്കെ ഒന്ന് ഒരു ചെറിയ നോച്ചസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ? ആ കോളറിൻ്റെ ആ ഭാഗത്തുനിന്ന് മടങ്ങി പോകാൻ വേണ്ടിയിട്ട് നമ്മളത് തിരിച്ചെടുക്കണം, കണ്ടോ? നല്ല പുറം തിരിച്ചെടുക്കുകയാണ്. നല്ല കൂർത്ത ഭാഗം ഒരു എന്തെങ്കിലും കൊണ്ട് അതിൻ്റെ കോളർ നന്നായിട്ട് എടുക്കുക. അതിൻ്റെ കോളറൊന്ന് തേച്ച് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ കണ്ടോ, അതിൻ്റെ കോളറിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് നോക്കുമ്പോൾ നമ്മുടെ കോളർ നേരത്തെ ഞാൻ 17 ഇഞ്ച് എന്നല്ലേ പറഞ്ഞിരുന്നത്, ആ 17 ഇഞ്ച് തന്നെ ഉണ്ട് കേട്ടോ. ഇതുപോലെ 17. ഇതിങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ആ കോളറിന് ആ പ്ലാക്കറ്റിന് മുമ്പാണല്ലോ നമ്മൾ വെക്കേണ്ടത് പറഞ്ഞാൽ, ആ പ്ലാക്കറ്റിന് മുമ്പ് ആ കോളർ കണ്ടില്ലേ, ഇതുപോലെ വെച്ച് നമ്മൾ തയ്ച്ചു കൊടുക്കണം കേട്ടോ. ചുറ്റോറും ഇതുപോലെ വെച്ച് തയ്ച്ചാൽ മതി. ആ പ്ലാക്കറ്റ് വിട്ടിട്ട് വേണം തയ്ക്കാൻ, പ്ലാക്കറ്റുമ്പോൾ തയ്ക്കരുത്. ചുറ്റും നമ്മൾ അതുപോലെ ആ കോളർ വെച്ചിട്ട് തയ്ച്ചു വരാം കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നതിലേറെ. അതുപോലെ ആ പ്ലാക്കറ്റ് വിട്ട് ഇതാണ്ടോ, അത്രയും ഭാഗം നമുക്ക് വേണ്ടു. നമ്മൾ ആ കോളർ അവിടെ തയ്ച്ചു കൊണ്ടുവന്നു, കണ്ടോ? മൊത്തമായിട്ട് നമ്മൾ തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ. അതിനുശേഷം അവിടെ ആ ഒരു റോ എഡ്ജസ് ഇല്ലേ, അത് മൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ചിലൊരു പീസ് എടുക്കുക കേട്ടോ. ഇത് നമ്മളിത് എടുക്കുക, ഇതുപോലെ രണ്ടായിട്ട് മടക്കുക, നമ്മൾ കണ്ടില്ലേ? എന്നിട്ട് ഇതുപോലെ ആ പ്ലാക്കറ്റിന് പുറത്തേക്ക് ഒരു അര ഇഞ്ച് തള്ളി നിൽക്കുന്ന രൂപത്തിൽ വേണം നമ്മൾ ഇതുപോലെ ചെയ്യാനായിട്ട് കേട്ടോ. ഇതുപോലെ ചെയ്യുക. ഇതുപോലെ ചെയ്തിട്ട് അതും കൂടെ നമ്മൾ ഒരു അര ഇഞ്ചിൽ തയ്ച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അത് എങ്ങനെയാണോ നമ്മൾ ആ കോളർ തയ്ച്ചത് അതിൻ്റെ മീതെ കൂടെ തന്നെ തയ്ച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പ് മാറിയതൊന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക്, എന്നാലും കണ്ടില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത് കേട്ടോ. കോളറിൻ്റെ എന്നിട്ട് ഞാൻ ആ സൂചി വെച്ചിട്ടുണ്ട്. അപ്പോൾ സൂചിയൊക്കെ ഒന്ന് അഴിച്ചിട്ട് നമ്മൾ ആ പറഞ്ഞ പോലെ തയ്ച്ചെടുക്കുക. ഇതുപോലെ കിട്ടും. എന്നിട്ട് ഇതുപോലെ നമ്മൾ മടക്കി തിരിച്ചിങ്ങോട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കവിടെ ഒരു കണ്ടില്ലേ, ആ റോ എഡ്ജസ് ഒക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. ഇതുപോലെ എന്നിട്ട് പുറത്തോട്ട് വെച്ച് ഇതുപോലെ വെച്ച് തയ്ക്കുക കേട്ടോ. അപ്പോൾ അവിടെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ കോളർ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മളത് തയ്ച്ചെടുക്കുക, ഇതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ. ആ ചുറ്റും നമ്മൾ ആ കോളറിൻ്റെ ആ ഭാഗത്തോടെ ഒക്കെ തയ്ച്ചെടുക്കുക. ആ ചുളിവ് വീഴാണ്ട് നമ്മൾ തയ്ച്ചെടുക്കണം, കണ്ടോ? അപ്പോൾ ഇനി ഇതിൻ്റെ സ്ലീവ് ഞാൻ സിമ്പിൾ സ്ലീവാണ് എടുക്കുന്നത് കേട്ടോ. 6 ഇഞ്ചിലാണ് ഞാൻ സ്ലീവ് എടുക്കുന്നത്. 6 ഇഞ്ച് ലെങ്ത്തിൽ മാത്രമേ സ്ലീവ് എടുക്കണുള്ളൂ. 8 ഇഞ്ചാണ് അതിൻ്റെ ആം ഹോൾ വരിക. അപ്പോൾ സ്ലീവ് എപ്പോഴും ചെയ്യണതിൻ്റെ സ്പീഡിൽ പറഞ്ഞു പോകണം കേട്ടോ. 3 ഇഞ്ചിൽ അതിൻ്റെ 3.5 ഇഞ്ചിൽ ക്യാപ്പ് ഹൈറ്റ് വരുന്നു. അപ്പോൾ സിമ്പിൾ സ്ലീവ് ആണല്ലോ, അത് എല്ലാവർക്കും അറിയാമല്ലോ, ബേസിക് ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ആ കറക്റ്റ് റൗണ്ട് എനിക്ക് വരുന്നത് 5.5 ഇഞ്ചിലാണ്. അപ്പോൾ ഞാനത് കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ എടുത്തു. അതിൻ്റെ ആ കറക്റ്റ് ലൂസിങ് വരും നമ്മുടെ കൈയിൻ്റെ. എന്നിട്ട് ആ ഒരു ക്യാപ്പ് ഹൈറ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. സ്പീഡിൽ ചെയ്യുന്നത് എല്ലാവർക്കും അറിയണ കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് വരച്ചു, കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ടല്ലോ ഫ്രണ്ട് ആം ഹോളിന്, അപ്പോൾ അതൊന്ന് ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് വെട്ടിയെടുക്കുക. അതിനുശേഷം സ്ലീവൊക്കെ നമ്മൾ കണക്ട് ചെയ്തത് ഞാൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാനിതിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ലൈനാണല്ലോ, അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. 2 ഭാഗം നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ടിലെ പാർട്ട് ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഫ്രണ്ട് പാർട്ട് ഓപ്പൺ ആക്കണമെങ്കിൽ ആക്കേണ്ടവർക്ക് ആക്കാം. ഞാനത് ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു 4 ഇഞ്ച് ഈ കാണുന്ന ഭാഗത്ത് 4 ഇഞ്ച് വിട്ടു. നമുക്ക് തല കടത്തണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വിട്ടു കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അത് വിടാം. ഞാൻ 4 ഇഞ്ച് വിട്ടു, നിങ്ങൾക്ക് 3 എത്ര ഇഞ്ച് വിടാം. താഴേക്ക് നമ്മൾ തയ്ച്ചു പോവാം. ആ ഭാഗത്തോടെ നമ്മൾ തയ്ച്ചു പോവാം. എന്നിട്ട് മുകളിൽ നിന്ന് ഒരു 10.5 ഇഞ്ചിൽ ഹൈറ്റിൽ ഞാൻ അടയാളപ്പെടുത്തി. അത്രയും ഭാഗം വരെ തയ്ക്കണുള്ളൂ. അത് ബാക്കി ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ഇടാനാണ്. കണ്ടോ, അത്രയും ഭാഗം മാത്രമേ തയ്ച്ചെടുക്കണുള്ളൂ, ബാക്കി ഓപ്പൺ ആയിട്ട് ഇടും, കണ്ടോ? ഇനി അതിന് ശേഷം ഞാൻ അതിൻ്റെ അടിയിലത്തെ ഭാഗമില്ല, അതൊരു ഇഞ്ചിൽ നമ്മളൊന്ന് മടക്കി തയ്ക്കണല്ലോ, 1 ഇഞ്ച് കൂടുതലിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മടക്കി തയ്ച്ച് വരാം.
അപ്പോൾ ഇതാണ് ആ ഷർട്ട് കുർത്തി. അപ്പോൾ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ